നമസ്കാരം. ഇന്ത്യക്ക് ഒരു വലിയ തലവേദനയായിട്ട് ഇസ്ലാമിക് നാറ്റോ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. പാകിസ്ഥാൻ, തുർക്കി, സൗദി അറേബ്യ ഈ മൂന്ന് രാജ്യങ്ങളുടെയും സംയുക്ത സൈനിക സഹകരണമാണ് ഇസ്ലാമിക് നാറ്റോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം എന്തൊക്കെ പറഞ്ഞാലും ആണവ ശക്തിയുള്ള ഒരു രാജ്യമാണ്. ആണവായുധം കൈവശമുള്ള ഒരേ ഒരു മുസ്ലിം രാജ്യവുമാണ് പാകിസ്ഥാൻ. ആ ഒരു പ്രാധാന്യം പാകിസ്ഥാൻ എപ്പോഴും ഉണ്ട്. പാകിസ്ഥാന്റെ ആണവായുധ ശക്തി, സൗദി അറേബ്യയുടെ മണി പവർ, തുർക്കിയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിലിറ്ററി പവർ, നിസ്സാരമായിട്ട് എഴുതി തള്ളാൻ കഴിയുന്ന ഒരു സൈനിക സഖ്യമല്ല ഇത്. SMDA എന്നാണ് ചുരുക്കത്തിൽ ഈ സഖ്യം അറിയപ്പെടുക. സൗദിയുടെയും തുർക്കിയുടെയും പാകിസ്ഥാന്റെയും സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെന്റ് SMDA. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഇതിന്റെ ചർച്ചകളൊക്കെ കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ ജനുവരിയിൽ ഏകദേശം ഇത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇസ്ലാമിക് നാറ്റോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ SMDA എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത്. ഇവിടെ അവരുണ്ടാക്കിയിരിക്കുന്ന ധാരണകളിൽ ഒരു ആർട്ടിക്കിൾ 5 ഉണ്ട്. അവിടെ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, ഈ മൂന്ന് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ, അതായത് തുർക്കിയെയോ സൗദി അറേബ്യയെയോ പാകിസ്ഥാനെയോ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ അത് തങ്ങൾ മൂന്ന് രാജ്യങ്ങൾക്കുമെതിരെയുള്ള ആക്രമണമായിട്ട് ഇവർ കരുതും. അതായത് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചു എന്ന് കരുതുക. നമ്മൾ വെറുതെ ആക്രമിക്കാറില്ല, ഇങ്ങോട്ട് എന്തെങ്കിലും പണി കിട്ടുമ്പോൾ മാത്രമേ തിരിച്ച് ആക്രമിക്കാറുള്ളൂ. പക്ഷെ ഇനി പാകിസ്ഥാനെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് തുർക്കിയെയും സൗദി അറേബ്യയും കൂടി ആക്രമിച്ചതിന് തുല്യമായിട്ട് അവർ കരുതുമത്രേ. ഈ ഇസ്ലാമിക് നാറ്റോയുടെ ഉന്നം ആരാണ്? ഇന്ത്യ ആണോ എന്ന് ചോദിച്ചാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്. എന്നാൽ സൗദി അറേബ്യ ഇവിടെ എങ്ങനെ വന്നിരിക്കുന്നു? പാകിസ്ഥാന്റെയും തുർക്കിയുടെയും കാര്യം നമുക്കറിയാം. ഓപ്പറേഷൻ സിന്ദൂർ ഒക്കെ നടന്നപ്പോൾ തുർക്കി പാകിസ്ഥാനെ സൈനികമായിട്ടും നയതന്ത്രപരമായിട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്തതും, അതായത് തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിന്റെ നിലപാട് ഇന്ത്യയുടെ നല്ല കാശ്മീർ എന്നൊക്കെ ഉള്ളതാണ്. പാകിസ്ഥാന്റെ ഒപ്പമാണ് അവരെന്ന് പറയാം. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യയുമായിട്ട് വളരെ നല്ല ബന്ധമുള്ള സൗദി അറേബ്യയും അതോടൊപ്പം തുർക്കിയും പാകിസ്ഥാനും ഇങ്ങനെ ഒരു ഇസ്ലാമിക് നാറ്റോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനവരെ ചേർത്ത് നിർത്തുന്ന ഘടകം എന്താണ് എന്ന് ചോദിച്ചാൽ മതം തന്നെയാണ്. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇന്ത്യ വെറുതെ നിൽക്കുകയല്ല. ഇതിനേക്കാളും നല്ലൊരു പണി ഇന്ത്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ചെക്ക്മേറ്റ് ആയിട്ടുള്ള പല സഖ്യങ്ങളും ഇന്ത്യ നിർമ്മിച്ചുകൊണ്ടും ഇരിക്കുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ്, ലോകത്ത് എന്തൊക്കെ നടന്നാലും നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി മാർക്കറ്റ് വുൾഫ് എന്ന ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുകയാണ്. ഇന്ത്യയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നതും സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ആപ്ലിക്കേഷനാണ് മാർക്കറ്റ് വുൾഫ്. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഞാൻ എൻ്റെ പിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്തു. ഇവിടെ ഫോളോ ട്രെൻഡ് എന്നൊരു ഫീച്ചർ ഉണ്ട്. ഇത് മാർക്കറ്റിലെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രെൻഡ്സ് നിങ്ങൾക്ക് കാണിച്ചു തരും. കേവലം ഒരു ക്ലിക്കിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. ഞാൻ ഫോളോ ട്രെൻഡിൽ ക്ലിക്ക് ചെയ്ത് ട്രേഡ് പ്ലേസ് ചെയ്തു. സിമ്പിൾ ആയിട്ട് എൻ്റെ ട്രേഡ് തുടങ്ങി. വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് ചെയ്ത് തുടങ്ങാം. മറ്റു പല ആപ്പിലും ഒക്കെ ഇതിൻ്റെയൊക്കെ 3 ഇരട്ടി പണം ആവശ്യമായിട്ട് വരാം. വലിയ നഷ്ടങ്ങളിൽ നിന്നൊക്കെ നിങ്ങളെ സംരക്ഷിക്കുന്നതിന് ഇവിടെ ഇൻബിൽറ്റ് ആയി തന്നെ ഒരു സ്മാർട്ട് സ്റ്റോപ്പ് ലോസ് ഫീച്ചറും ഉണ്ട്. നിങ്ങളുടെ ട്രേഡിംഗ് ഒരു നിശ്ചിത ലോസ് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റോപ്പ് ആകും. അതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ പണം നിങ്ങൾക്ക് നഷ്ടമാകില്ല. ഇവിടെ ബ്രോക്കറേജും ഇൻഡസ്ട്രിയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കുകളാണ്. നോക്കൂ, പ്രോഫിറ്റ് ട്രെൻഡിനോടൊപ്പം മുന്നോട്ട് പോവുകയായിരുന്നു ഞാൻ. ഇവിടെ സ്റ്റോപ്പ് ട്രേഡ് ക്ലിക്ക് ചെയ്തു. ഇത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് 1306 രൂപ ലാഭം ലഭിച്ചു. ഇതെല്ലാം 99 രൂപയുടെ ലൈഫ് ടൈം ഫീൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. കൂടാതെ മാർക്കറ്റ് വൂൾഫ് തന്നെ ഫ്രീ ട്രേഡിംഗ് റെക്കമെൻഡേഷൻസ് നൽകുന്നുണ്ട്. നോക്കൂ, ആളുകൾ ഒരു ദിവസം 14,142 രൂപയും ഡിസംബറിൽ 33,512 രൂപയും കഴിഞ്ഞ വർഷം മുഴുവൻ 5,03,940 രൂപയും ലാഭം ബുക്ക് ചെയ്തു. ഈ ലാഭത്തിന് മാർക്കറ്റ് വൂൾഫ് ഒരു കമ്മീഷനും ഈടാക്കുന്നില്ല. മാർക്കറ്റ് വൂൾഫ് ആപ്പിന് നിലവിൽ തന്നെ 2 മില്യണിലധികം ഡൗൺലോഡ്സ് ഉണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും മാർക്കറ്റ് വൂൾഫ് ആപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ആദ്യം തന്നെ പാകിസ്ഥാനെ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് പുറത്തു നിന്ന് ഒരാളുടെ സഹായമൊന്നും ആവശ്യമില്ല എന്ന് പറയാം. പിന്നെ ഉള്ളത് തുർക്കിയാണ്. ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യം ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യ ഇതിന് ബദലായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സഖ്യമാണ് മെഡിറ്ററേനിയൻ ക്വാഡ് എന്നതിനെ വിശേഷിപ്പിക്കാം. ഏതൊക്കെ രാജ്യങ്ങളാണ് അതിലുള്ളത്? ഇസ്രായേൽ ഒന്നാമത്തേത്, കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. രണ്ടാമത്തേത് ഗ്രീസ്, മൂന്നാമത്തേത് സൈപ്രസ്. ഈ ഗ്രീസിൻ്റെയും സൈപ്രസിൻ്റെയും ഒക്കെ പ്രാധാന്യം എന്താണെന്ന് നോക്കിയാൽ തുർക്കിയുടെ 3 ചുറ്റുമായിട്ടുള്ള രാജ്യങ്ങളാണ് ഈ പറഞ്ഞ ഇസ്രായേല്, ഗ്രീസ്, സൈപ്രസ്. തുർക്കി എന്ന് പറയുന്ന രാജ്യത്തോട് ഇസ്രായേലിന്റെ നിലപാട് എന്താണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഗ്രീസിനും സൈപ്രസിനും തുർക്കിയെ കൊണ്ട് ബുദ്ധിമുട്ടുകളുണ്ട്. അവർക്ക് ഇസ്രായേലിന്റെ മാത്രമല്ല ഇന്ത്യ പോലെയുള്ള ഒരു ശക്തിയുടെയും ആവശ്യം വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനെ ഒരു മെഡിറ്ററേനിയൻ ക്വാഡും കൂടി രൂപീകരിച്ചിരിക്കുന്നത്.
അതായത് തുർക്കിയെ ഒന്ന് തളച്ചു നിർത്താനായിട്ട് നമുക്ക് ഈ 3 രാജ്യങ്ങളുടെ സഹായം മതി. ഇനിയുള്ളത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യക്കായിട്ട് നമ്മൾ പാര വെക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം സൗദി അറേബ്യ എന്തുകൊണ്ട് ഈ ഇസ്ലാമിക് നാറ്റോയിൽ ചേർന്നിരിക്കുന്നു എന്നുള്ളതിന്റെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു വരുന്നുണ്ട്. എന്നിരുന്നാലും പാകിസ്ഥാന്റെ ആണവ ശക്തിയും തുർക്കിയുടെ അഡ്വാൻസ്ഡ് മിലിറ്ററി എന്ന് പറയുന്നത് പോലെ തന്നെ, അതായത് 5th ജൻ വിമാനങ്ങൾ പോലും, യുദ്ധവിമാനങ്ങൾ പോലും തുർക്കി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ഡ്രോൺ ടെക്നോളജി, ഇതൊക്കെ ലോകത്തെ ഏറ്റവും മുന്തിയതൊക്കെ തന്നെയാണ്. ഇതിന്റെ ഒപ്പം സൗദി അറേബ്യയുടെ മണി പവറും. അപ്പോൾ ഈ സൗദി അറേബ്യക്കുള്ള ഒരു ചെക്ക്മേറ്റ് ഈ കാര്യത്തിന് ഇന്ത്യ കൊടുത്തിരിക്കുന്നത് ജനുവരി 19-ാം തീയതിയാണ് അതിന്റെ കാര്യങ്ങൾ തീരുമാനമായത്. സൗദി അറേബ്യ എങ്ങനെ പാകിസ്ഥാനുമായിട്ട് ഒന്നിച്ചിരിക്കുന്നോ അതുപോലെ തന്നെ UAE, അതായത് സൗദി അറേബ്യയുടെ അയൽരാജ്യമായിട്ടുള്ള UAE എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ഇന്ത്യയും ഒരു സഖ്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൽ സൈനികം എന്നതിലുപരിയായിട്ട് 2032 ആകുമ്പോഴേക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരമൊക്കെ $200 ബില്യൺ അധികം എത്തുന്ന രീതിയിലുള്ള വളരെ കാര്യമായിട്ടുള്ള കരാറുകളുമൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അതായത് സൗദി അറേബ്യയുടെയും പാകിസ്ഥാന്റെയും ഈ കൂട്ടുകെട്ടിന് അപ്പുറം നിൽക്കുന്ന അതിലും വലിയ ഒരു ബന്ധമായിരിക്കും UAEയും ഇന്ത്യയുമായിട്ടുണ്ടാവുക. സൗദി അറേബ്യ നമുക്കൊരു ഭീഷണിയല്ല, എങ്കിലും ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവിടെയും വേണ്ട കാര്യങ്ങൾ ഇന്ത്യ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. കണക്കില്ലാത്തത്ര പണമാണ് സൗദി അറേബ്യക്ക് പാകിസ്ഥാൻ കൊടുക്കാനുള്ളത് കടമായിട്ട്. തിരിച്ചടയ്ക്കാനൊന്നും അവർക്ക് കഴിയില്ല. ഈ പറയുന്ന കരാറിന്റെ ഭാഗമായിട്ട്, ഈ SMDAയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിക് നാറ്റോയുടെ ഭാഗമായിട്ട് സൗദി അറേബ്യ ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ ഇനി ആ പണം ഒന്നും തിരിച്ചു കൊടുക്കണ്ട. അതിന് പകരമായിട്ട് പാകിസ്ഥാന്റെ മിലിറ്ററി അല്ലെങ്കിൽ ഈ പറയുന്ന ആണവായുധങ്ങളും ഒക്കെ അവരുടെ കൈവശമുണ്ട്. അവരുമായിട്ട് സഹകരിക്കുന്നതിന്റെ ബാക്കിയായിട്ട് പണം അങ്ങോട്ട് കൊടുക്കുന്നതിന് പകരം ഇപ്പൊ മേടിച്ചിരിക്കുന്ന പണമൊന്നും തിരിച്ചു കൊടുക്കണ്ട എന്നുള്ളതും ഈ കരാറിന്റെ ബാക്കിയാണ്. എന്തെന്നൊക്കെ പറഞ്ഞാലും കാര്യം തൂത്തുകൂടിയപ്പോൾ ഈ സൗദി അറേബ്യയും പാകിസ്ഥാനും തുർക്കിയും ഒക്കെ എങ്ങനെ ഒന്നായി എന്നുള്ളത് ഓർക്കുന്നത് നല്ലതാണ്. ആദ്യം തന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ഈ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു? പാകിസ്ഥാൻ പോലെയുള്ള രാജ്യത്തോട് സൗദി അറേബ്യ ആകട്ടെ തുർക്കി ആകട്ടെ ഇങ്ങനെ ഒരു സഖ്യം ഉണ്ടാക്കുമ്പോൾ ഇസ്രായേലിനാണ് അത് ഏറ്റവും അധികം ആശങ്ക ഉണ്ടാക്കുക. കാരണം പാകിസ്ഥാന്റെ കയ്യിൽ ന്യൂക്ലിയർ ആയുധങ്ങളുണ്ട്. ഇറാന്റെ പ്രസിഡന്റ് പാകിസ്ഥാനിലേക്ക് ഒന്ന് ചർച്ചയ്ക്ക് പോയതേ ഉള്ളൂ. ഇറാൻ പ്രസിഡന്റ് അന്ന് കൊല്ലപ്പെട്ടു. അങ്ങനെ കൊല്ലപ്പെടുന്നതിന് മുൻപ് തന്നെ നമ്മളൊരു വീഡിയോ അന്ന് ചെയ്തതാണ്. ഇങ്ങനെ ഒരാൾ പോകുന്നുണ്ട് പാകിസ്ഥാനിലേക്ക്, എന്തും സംഭവിക്കാം. ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇറാന്റെ പ്രസിഡന്റ് ഹെലികോപ്റ്റർ ക്രാഷിൽ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ കേട്ടത്. ആ വീഡിയോ ഒക്കെ അന്ന് കേട്ടിട്ടുള്ളവർ ഓർക്കുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ എന്നിരിക്കെ ഈ സൗദി അറേബ്യ എന്തിനാണ് ഈ റിസ്ക് എടുത്ത് പാകിസ്ഥാന്റെ ഒപ്പം കൂട്ടുകൂടാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ, നാറ്റോയുടെ പരാജയം അല്ലെങ്കിൽ അമേരിക്കൻ ലോക പോലീസിന്റെ ഒരു അവസാനം കണ്ടു തുടങ്ങിയിരിക്കുന്നു. അമേരിക്ക ഈ കൈയും കാലൂട്ട് അടിക്കുന്നത് പോലെ ഓരോ കാര്യങ്ങൾ ട്രംപിന്റെ നേതൃത്വത്തിൽ ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ കാരണം ലോക പോലീസായിട്ട് നിൽക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി ഇപ്പോൾ അമേരിക്കയ്ക്കില്ല. അതിനുള്ള സാമ്പത്തിക ശേഷി കുറഞ്ഞു വരികയാണ്, കടം കൂടി വരികയാണ്. ചൈന മറുവശത്ത് വലിയൊരു ശക്തിയായിട്ട് വളരുകയാണ്. നാറ്റോ എന്ന് പറയുന്ന ഏറ്റവും ശക്തമായ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സഖ്യത്തെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കാനുള്ള പവർ ഒന്നും ഇപ്പോൾ അമേരിക്കയ്ക്കില്ല. ഉദാഹരണത്തിന് ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന രാജ്യം ഡെൻമാർക്കിന്റെ കയ്യിൽ നിന്ന് പിടിക്കും എന്നൊക്കെ അമേരിക്ക പറയുമ്പോൾ ഇത് താർക്കുന്ന ആരെയാണ്? നാറ്റോയെയാണ്. യൂറോപ്പിലെ പല രാജ്യങ്ങളും അംഗമായിട്ടുള്ള നാറ്റോ എന്ന് പറയുന്ന സൈനിക സഖ്യത്തിൽ തന്നെ വിള്ളൽ ഉണ്ടാവുകയാണ്. ജർമ്മനി, ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾ പോലും പറയുന്നു ഞങ്ങളിത് നോക്കി നിൽക്കില്ല, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ശരിയല്ല അമേരിക്ക ചെയ്യുന്നത്. അതായത് ഏതെങ്കിലും ഒരു രാജ്യം, പണ്ടത്തെ കോൾഡ് വാറിന്റെ ഒക്കെ സാഹചര്യത്തിലാണ് ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ അന്നത്തെ സോവിയറ്റ് യൂണിയൻ അത് താർന്നുപോയി, ഇപ്പോൾ റഷ്യയുണ്ട്, ചൈനയുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഏതെങ്കിലും ഒരു രാജ്യം നാറ്റോയിൽ മെമ്പർ ആയിട്ടുള്ള ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ ഈ നാറ്റോയിലുള്ള എല്ലാ രാജ്യങ്ങളും, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അത് തങ്ങൾക്ക് എല്ലാവർക്കും എതിരെയുള്ള ആക്രമണമായിട്ട് വേണം കരുതാൻ. അങ്ങനെയാണ് അതിന്റെ ധാരണ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നാറ്റോയിലെ തന്നെ ഏറ്റവും പ്രധാന മെമ്പറായിട്ടുള്ള അമേരിക്ക ഗ്രീൻലാൻഡ് പിടിക്കുമെന്ന് പറയുന്നത്. ഡെൻമാർക്ക് എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യത്തിന്റെയാണ് ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന വലിയൊരു പ്രദേശം. ഡെൻമാർക്ക് ഒരിടത്ത് കിടക്കുന്നു, ഗ്രീൻലാൻഡ് വേറെടുത്ത് കിടക്കുന്നു. ഈ ഡെൻമാർക്കും നാറ്റോയിൽ അംഗമാണ് എന്നുകൂടി ഓർക്കണം. ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ തൊട്ടടുത്ത് കിടക്കുന്ന കാനഡ എന്ന് പറയുന്ന രാജ്യം ചൈനയുമായിട്ട് പല ചർച്ചകൾക്കും പോവുകയാണ്, സൈനികമായിട്ട് പോലും. ഇതൊക്കെ വ്യക്തമാക്കുന്ന എന്താണ്? നാറ്റോയുടെ കാലം കഴിയാൻ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ അമേരിക്കൻ ലോക പോലീസിന്റെ റോള് ഒഴിയാൻ പോവുകയാണ്. അമേരിക്കയ്ക്ക് വയ്യ ഇനി ഇങ്ങനെ ലോക പോലീസ് കളിക്കാനുള്ള ത്രാണിയില്ല. അവര് റിട്ടയർഡ് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഈ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. വെനസ്വേലയിൽ ചെയ്തതാണെങ്കിലും വെനസ്വേലയിൽ ഈ കാണിച്ചതൊക്കെ എന്താണ്? അല്ലെങ്കിൽ ഇറാനിൽ ഇടപെടുമെന്ന് പറയുന്നതൊക്കെ എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ ചൈനയ്ക്കുള്ള താക്കീതാണ്. കാരണം ചൈന തായ്വാൻ പിടിക്കുകയാണെങ്കിൽ ഞങ്ങൾ പഴയതുപോലെയൊന്നും അല്ല, അങ്ങനെ മര്യാദയ്ക്ക് ഇരിക്കില്ല, ഇടപെട്ടേക്കും എന്നൊക്കെയുള്ള ഒരു ഷോ ഓഫ്, അതാണ് സംഭവം. തായ്വാൻ എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഈ നാറ്റോയുടെ ഈ കുലുക്കം കണ്ടിട്ട് പേടിക്കുന്ന ഒരു രാജ്യം ഏതാണെന്ന് അറിയാമോ? സൗദി അറേബ്യയാണ്.
കാരണം ഇറാൻ പോലെയുള്ള രാജ്യങ്ങളെ ഏറ്റവും പേടിച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ. നമ്മളിതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. UAE, സൗദി അറേബ്യ, തുർക്കി, ഖത്തർ, അതായത് ഖത്തറും ഇറാനും പലപ്പോഴും ഒന്നിച്ചാണ് എന്നൊക്കെ പറയാമെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരുമിച്ചാണ് പല കാര്യങ്ങൾക്കും ഒരു ഫണ്ടൊക്കെ കൊടുക്കുന്നത് എങ്കിൽ പോലും ഖത്തറിന് പോലും ഇറാനെ പേടിയുണ്ട്. ഖത്തറിൽ ഈയിടെ ഇസ്രായേൽ പോയി ആക്രമണം നടത്തി. അമേരിക്ക ഒന്നും കാര്യമായിട്ട് മിണ്ടിയില്ല. അതായത് ഈ അമേരിക്ക നോക്കിക്കൊള്ളും എന്നുള്ള ആ ഒരു വിശ്വാസം സൗദി അറേബ്യയ്ക്കും പല രാജ്യങ്ങൾക്കും ഒക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അവർ ചൈനീസ് ചേരിയോടും ഒക്കെ കൂടുതൽ അടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇനി എല്ലാം അമേരിക്ക നോക്കുമെന്ന് പറഞ്ഞിരിക്കാനൊന്നും പറ്റില്ല. തങ്ങളുടേതായ രീതിയിൽ മാറുന്ന ലോകത്ത് പല കാര്യങ്ങളും ചെയ്യണം എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു ധാരണപ്പുറത്താണ് സൗദി അറേബ്യ ഈ പറയുന്ന തുർക്കിയുടെയും പാകിസ്ഥാന്റെയും ഒപ്പം ഇങ്ങനെ ഒരു സഖ്യം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലമാണ് പറഞ്ഞു വന്നത്. അതായത് സൗദി അറേബ്യക്ക് ഇറാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രാജ്യങ്ങളേക്കാണ് പേടിയെങ്കിൽ, അതുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ, പാകിസ്ഥാന്റെ ലക്ഷ്യം എന്താണ്? അല്ലെങ്കിൽ തുർക്കിയുടെയും കുറേയൊക്കെ ഉദ്ദേശം എന്താണ്? തുർക്കി ഇന്ത്യയെ വലിയ ശത്രുവായിട്ട് കാണുന്നു എന്നല്ല പറഞ്ഞത്. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ തുർക്കി എപ്പോഴും പാകിസ്ഥാന്റെ ഒപ്പമാണ്. ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യം നാറ്റോയിൽ അംഗമായിട്ടുള്ള ഒരു രാജ്യമാണ് എന്നുകൂടി ഓർക്കണം. പിന്നെ ഇതിന്റെ ഒപ്പം പറയേണ്ടത്, ഇറാനിൽ ഇപ്പോൾ സംഭവിക്കുന്നത് സമാനതകളില്ലാത്ത കാര്യമാണ്. 20,000-ലധികം ആളുകളെയാണ് അവിടുത്തെ ഗവൺമെന്റ് കൊന്നൊടുക്കിയത് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ഒരു പ്രശ്നവും ഇല്ലല്ലോ. ഓൾ ഐസ് ഓൺ ഇറാൻ എന്നോ ഒന്നും നമ്മൾ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ടെഹ്റാൻ എന്നോ ഒന്നും പറയുന്നില്ല. അവിടെ മരിച്ചു കിടക്കുന്ന ആളുകളുടെ വീഡിയോ ഒക്കെ കാനഡയിൽ ചിത്രീകരിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ചില ആളുകൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗാസയിൽ കണ്ടതോ? അത് ഒരിടത്തും ചിത്രീകരിച്ചതല്ല, അത് ഗാസയിൽ തന്നെ ഇസ്രായേൽ ചെയ്തതാണ് എന്നും ഇവർ പറയും. ഗാസയിലെ ലക്ഷത്തിനടുത്ത ആളുകൾ ഈയിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ കാരണം എന്താണ്? ഒരു സിംഹക്കൂട്ടില് ഒരാളെ വേറൊരാൾ കൊണ്ടുപോയി കയറ്റിയിട്ട് പൂട്ടുകയാണ് എന്ന് കരുതുക. എന്നിട്ട് ഈ സിംഹം അയാളെ കടിച്ചു കൊല്ലുന്നു. അവിടെ സിംഹം മാത്രമാണ് അപരാധി. ഈ കൂട്ടിലേക്ക് ചതിച്ച് ഒരാളെ കൊണ്ടുപോയി ട്രാപ്പാക്കിയല്ലോ, അയാള് ഒരു പ്രശ്നവുമില്ല, അയാൾ നല്ല ആളാണ് എന്ന് പറയുന്നത് പോലെയാണ് ഈ കൂട്ടിൽ അകപ്പെടുത്തിയ ആളാണ് ഹമാസ്. സിംഹം എന്ന് പറഞ്ഞാൽ ഇസ്രായേലാണ്. സിംഹം കടിച്ചു വന്ന ആളുകളാണ് ഗാസയിലെ നിരപരാധികൾ. ഇതാണ് സത്യം എന്നുള്ളത് ഇവിടെ ആരും അംഗീകരിക്കില്ല. സുഡാൻ, നൈജീരിയ, ആഫ്രിക്കൻ രാജ്യങ്ങളായതുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾക്കൊന്നും മാധ്യമങ്ങളിൽ പോലും ഒരു വിലയുമില്ല. നൈജീരിയയിലും സുഡാനിലും ഇപ്പോൾ നടക്കുന്നതിന്റെ പ്രധാന പ്രശ്നം മതം തന്നെയാണ്. ആർക്കും ഇതൊന്നും നോക്കണ്ടല്ലോ. സുഡാനിലേക്ക് നോക്കണ്ട, നൈജീരിയയിലേക്ക് നോക്കണ്ട, യമനിലേക്ക് നോക്കണ്ട, സിറിയയിലേക്ക് നോക്കണ്ട, ഇറാനിലേക്ക് പോലും നോക്കണ്ട. എല്ലാവർക്കും ഇസ്രായേലിലേക്ക് നോക്കിയാൽ മതി. അതോടൊപ്പം ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞ മാർക്കറ്റ് വുൾഫ് ആപ്പിനെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നിലവിൽ തന്നെ 2 മില്യണിലധികം ഡൗൺലോഡ്സ് ആണ് മാർക്കറ്റ് വുൾഫിനുള്ളത്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തേക്കാം. തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. എന്തൊക്കെയാണെങ്കിലും ഇനി നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം കമന്റിൽ അറിയിക്കണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.